മക്കളെ, എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായി ഹിന്ദി പഠിക്കാൻ പോവുകയാണ് അല്ലേ? 5ാം ക്ലാസ്സിലാണ് നമുക്ക് ഹിന്ദി തുടങ്ങുന്നത്. നിങ്ങളെല്ലാവരും ഹിന്ദി സബ്ജക്റ്റ് വളരെയധികം സന്തോഷത്തോടു കൂടി പഠിക്കാൻ പോകുന്ന ആദ്യ വർഷമാണ് ഇത് അല്ലേ? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും 5ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ആദ്യത്തെ പാഠം എന്താണ് എന്ന് നോക്കാം. എങ്ങനെയാണ് ഹിന്ദി വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾക്ക് ഈ ചാനലിലൂടെ അറിയാം. ഓക്കെ, എല്ലാവരും ഹിന്ദി വിന്നർ ചാനൽ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഹിന്ദി ടെസ്റ്റ്. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ സന്തോഷത്തിലായിരിക്കും. ബുക്കൊന്നെല്ലാവരും മറച്ചു നോക്കുക. ഇതാണ് നിങ്ങളുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് വരുന്നത് ഒരു കവിതയാണ്. ധൂപ് ആ ഗയി എന്നാണ് കവിതയുടെ പേര്. എന്താണ് കവിതയുടെ പേര്? ധൂപ് ആ ഗയി എന്നാണ് നിങ്ങളുടെ കവിതയുടെ പേരായിട്ട് വരുന്നത്. ധൂപ് ആ ഗയി. കണ്ട, എന്താണത്? കവിതയാണ്. ഒരു കവിതയാണ്. പ്രയാഗ് ശുക്ലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. പ്രയാഗ് ശുക്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ ധൂപ് ആ ഗയി എന്ന കവിത എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ലയാണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്, ധൂപ് ആ ഗയി എന്ന കവിത. രണ്ടാമതായിട്ട് വരുന്നത് ടോമി ഓർ മേം എന്ന ഒരു കഹാനിയാണ്. കഹാനി എന്നാൽ കഥ. ടോമിയും ഞാനും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് വരുന്നത്. പിന്നെ പിള്ള എന്ന ഒരു കവിതയുമാണ് വരുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ഇക്കായി ഏക്കാണ്. ഒന്നാമത്തെ യൂണിറ്റിലാണ് നമുക്ക് ഇത്രയും പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് ചിടിയാക്ക ഗർ എന്ന് പറഞ്ഞിട്ടൊരു കവിതയും വിചിത്ര ജീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സചിത്ര കഹാനിയുമാണ് വരുന്നത്. പിന്നീടുള്ളത് മൂന്നാമത്തെ യൂണിറ്റിൽ പേടുക്ക ജാദു എന്ന ഒരു കഥയും വർഷ ആയി എന്ന കവിതയും. ഇത്രയുമാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ഭാഗം, ഹിന്ദിയിൽ ഒന്നാമത്തെ ഭാഗത്തിൽ പഠിക്കാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ധൂപ് ആ ഗയി എന്ന കവിത ഒന്ന് നോക്കാം. ഓക്കെ, അതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നാം എന്നാൽ പേര്. നിങ്ങളുടെ പേര് ഇവിടെ എഴുതണം. നിങ്ങളുടെ പേര് ഹിന്ദിയിൽ എഴുതാൻ എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാവരും അവരവരുടെ പേര് ഹിന്ദിയിൽ എഴുതി പഠിക്കുക. നാം എന്നാൽ എന്താണ്? പേര്. നാം. ഈ അക്ഷരം ന എന്നാണ് കേട്ടോ. ഈ വരുന്ന അക്ഷരം ഏതാണ്? ന എന്നതാണ് ആ അക്ഷരം. ഫസ്റ്റ് നമ്മൾ കണ്ടല്ലോ, ആ അക്ഷരം ഏതാണ്? ന. ഇത് ന എന്ന അക്ഷരമാണ്. അത് എഴുതുന്നത് ഇതാ ഇങ്ങനെ ചെറിയൊരു അങ്ങനെ പിന്നെ നേരെ വരച്ചിട്ട് ഇതാണ് ന. ഓക്കെ, ഇവിടെ ചെറുതായിട്ടാണ് എഴുതുക കേട്ടോ. വലുതായിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ താ എന്നാണ് വായിക്കുക. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ താ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഞാ എന്ന് വരണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുത്തെ സ്പേസ് ഉണ്ടല്ലോ, അത് കുറയണം. ഓക്കെ, ചെറുതായിട്ട് ഇങ്ങനെ ഇടണം. ന. ഇതെന്താ വായിക്കുന്നത്? ന എന്നാണ് വായിക്കുന്നത്. ഇവിടെ ആ എന്ന ചിഹ്നമാണ്. നമ്മൾ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ ദീർഘ ഇടൂലേ? ആ കാന്ന് എഴുതിയിട്ട് ഇങ്ങനെ ദീർഘ ഇടൂലേ? കാന്ന് എഴുതിയിട്ട് ദീർഘട്ട് എന്താ വായിക്കുക? കാ. പാന്ന് എഴുതിയിട്ട് ഇങ്ങനെ ദീർഘ ഇട്ടു എന്താ വായിക്കുക? പാ. അങ്ങനെയാണ് വായിക്കുക അല്ലേ? അതുപോലെ ഹിന്ദിയിൽ ആ എന്ന ദീർഘം വരുന്നത് ഇങ്ങനത്തെ ഒരു വരയാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു വര, ഒരക്ഷരത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ ഒരു വര ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അപ്പുറത്തുള്ള അക്ഷരം ഉണ്ടല്ലോ, ഈ വരേൻ്റെ തൊട്ടപ്പുറത്തുള്ള അക്ഷരം, ആ അക്ഷരത്തിനെ നീട്ടി വായിക്കാം. ഇത് നായാണ്. അപ്പം അതിൻ്റെ നാ. പിന്നെ നാം. നാമാന്ന് വായിക്കൂല, നാം. ഈ മാന അങ്ങനെ വായിക്കാനുള്ള കാരണം എന്താണ് അറിയോ? ഇതിന് ഇവിടെ ചിഹ്നങ്ങളൊന്നുമില്ല, മാത്രമാണുള്ളത്. ഇവിടെ ചിഹ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ മാന്ന് വായിക്കും. ഇവിടെ ഈ എന്നുള്ള ചിഹ്നം ഉണ്ടെങ്കിൽ മീ വായിക്കും അല്ലേ? ഒരു ചിഹ്നവും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനെ ഹ്രസ്വമായിട്ടാണ് വായിക്കുക. അപ്പം അതിനെ നാം. അടുത്തത് കക്ഷ. നാം പറഞ്ഞാൽ എന്താണ്? പേര്. നാം പറഞ്ഞാൽ
പേര്. കക്ഷ, കക്ഷ പറഞ്ഞാൽ എന്താ പറയുക, ക്ലാസ്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇവിടെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് അല്ലേ. അപ്പോൾ കക്ഷ എന്നുള്ളതിൻ്റെ നേരങ്ങൾ എന്ത് എഴുതണം? 5 എന്ന് എഴുതണം. നിങ്ങൾ പഠിക്കുന്ന ഏത് ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ കക്ഷ എന്നതിൻ്റെ നേരെ 5 എന്ന് എഴുതണം. ഹിന്ദിയിൽ എങ്ങനെ എഴുതും 5 എന്ന്? 5 അല്ലേ. ഹിന്ദിക്ക് 5-ന് എന്താ പറയുക? 5. അപ്പം 5ാം ക്ലാസ് എന്നുള്ളതിനോ 5വീം. എന്താണ് പറയുന്നത്? 5വീം. 5വീം എന്ന് പറഞ്ഞാൽ എന്താണ്? 5ാം ക്ലാസ്. ഏത് ക്ലാസ്സിലാണ്? സോറി, ഈ വരല്ല കേട്ടോ. 5വീം ഇങ്ങനെയാണ് വരിക. ഇതൊക്കെ ശരിക്കും പ്രിൻ്റ് ചെയ്തിട്ട് തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാണിച്ചത്. അപ്പം എന്താണ്? ഈ വര വേണ്ട കേട്ടോ, ഈ ഉള്ളിലുള്ള വര വേണ്ട. വര ഉണ്ടായ ബ എന്നാണ് വായിക്കുന്നത്. വരല്ല ഞാനാണ് അതിനെന്ത് വായിക്കുന്നത്? വ എന്ന് വായിക്കുന്നത്. വ. അപ്പോൾ ഇവിടെ 5വീം, ഇവിടെ ഒരു ഡോട്ട് ഇടുക. വീം, നമ്മൾ മലയാളത്തിൽ 0 ഇടല്ല, അതിന് പകരം അങ്ങനെ ഒരു കുത്താണ് ഹിന്ദിയിലിടുക. ഓക്കെ, 5വീം. ഇതിൻ്റെ ഉത്തരമാണ് അത് കേട്ടോ. 5വീം, 5ാം ക്ലാസ്. പിന്നെ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്. നിങ്ങൾ ഓരോരുത്തരും വിവിധ തരം സ്കൂളുകളിലായിരിക്കും പഠിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളിൻ്റെ പേര് ഏതാണ് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എന്താണോ അത് നിങ്ങളിവിടെ എഴുതുക. ഓക്കെ, അപ്പം അത്രയാണ് ഈ ഭാഗത്ത് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കണ്ടോ ഇവിടെ പിക്ചർ കാണുന്നുണ്ടല്ലേ. എത്ര ആൺകുട്ടികളാണുള്ളത്? 2 ആൺകുട്ടികളുണ്ട്. അപ്പോൾ ആൺകുട്ടിക്ക് എന്താണ് പറയുന്നത്? ആൺകുട്ടിക്ക് എന്താ പറയുന്നത്? ലഡുക്ക എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ് ആൺകുട്ടിക്ക് പറയുന്നത്? ലഡുക്ക. ലഡുക്ക എന്ന് പറഞ്ഞ ആരാണ്? ആൺകുട്ടി. ലഡുക്ക. ലഡുക്ക ആരാണ്? ആൺകുട്ടി. ഇതൊരു പെൺകുട്ടിയാണ് അല്ലേ. പെൺകുട്ടിക്ക് എന്താ പറയുന്നത്? ലടുക്കി. എന്താണ് പറയുന്നത് പെൺകുട്ടിക്ക്? ലടുക്കി. പെൺകുട്ടിക്ക് പറയുന്ന പേരെന്താണ്? ലടുക്കി. ഓക്കെ, ലടുക്കി. അപ്പോൾ ലടുക്കി പറഞ്ഞാൽ പെൺകുട്ടി, ലടുക്ക പറഞ്ഞാൽ ആൺകുട്ടി. അപ്പോൾ ഇവിടെ 2 ആൺകുട്ടികൾ, ദോ ലടുക്ക അല്ലേ. 2 ആൺകുട്ടികളാണുള്ളത്, 2 പെൺകുട്ടികളുമാണ് ഉള്ളത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ അവരവരുടെ പേര് പറയാണ് അല്ലേ. അതുകൊണ്ട് അങ്ങനെ അവരോട് തന്നെ അങ്ങനെ അവരെ മേലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. അവരുടെ പേര് പറയാണ്. അവരുടെ പേരെന്താണ് എന്ന് പറയാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ പേര് എന്താണ് എന്ന് എഴുതുക ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ് എന്ന് എഴുതുക. അപ്പോൾ പേരെന്താണ് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? തുമാരാ നാം ക്യാ ഹേ. തുമാരാ നാം ക്യാ ഹേ എന്ന് ചോദിച്ചാൽ എന്താണ്? നിങ്ങളുടെ പേര് എന്താണ്, അല്ലെങ്കിൽ നിന്റെ പേര് എന്താണ്. അതാണ് തുമാരാ നാം ക്യാ ഹേ. അപ്പോൾ തുമാരാ നാം ക്യാ ഹേ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേര് ലക്ഷ്മി എന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ പറയുക? മേരാ നാം ലക്ഷ്മി ഹേ അല്ലേ, അല്ലെങ്കിൽ മേരാ നാം ലക്ഷ്മി, അത്ര പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ പേര് പറയാൻ പഠിച്ചു. ഇനി ഇക്കായി ഏക്ക്. ഇക്കായി ഏക്ക് 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം ദുലാരേ പൽ. ദുലാരേ പൽ. പൽ പറഞ്ഞാൽ നിമിഷം. നിമിഷം. നമുക്ക് ഓരോ ജീവിതത്തിൽ ഓരോരോ നിമിഷങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾക്ക് ഓർത്ത് വെക്കേണ്ട പല നിമിഷങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആദ്യമായിട്ട് സൈക്കിൾ കിട്ടിയത് അല്ലേ, ആ നിമിഷമൊക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മയിൽ ഉണ്ടായിരിക്കും. എന്നും മറക്കാത്ത ഓർമ്മയായിട്ട് ആ നിമിഷം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ പൽ പറഞ്ഞാൽ എന്താണ്? നിമിഷം. പൽ നിമിഷം. ദുലാരേ പൽ. ദുലാരേ പൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിമിഷം. വളരെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം, നമ്മൾ മറന്നു പോവാതെ നമ്മളെ മനസ്സിൽ എന്നും സൂക്ഷിച്ചു വെക്കുന്ന വളരെയധികം ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നിമിഷമാണ് ദുലാരേ പൽ. ദുലാരേ പൽ. ഈ അക്ഷരം ദ എന്നാണ് അത് എഴുതുന്നത്. ദാ ഇങ്ങനെയാണ് ദ എന്ന് എഴുതുന്നത്. ഓക്കെ, ദ എന്നിങ്ങനെയാണ് എഴുതുക. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വര ഇടുക. അതിനുശേഷം ഇങ്ങനെ സി ഇടുന്നത് പോലെ ഇങ്ങനെ ഇടുക. ഇംഗ്ലീഷിൽ സി ഇടുന്നത് പോലെ ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ദാ ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് മുകളിൽ വരയ്ക്കുക. അപ്പം അതെന്തായി? ദ എന്നായി. ഇനി അതിനെ ദു എന്നാക്കണമെങ്കിൽ ഇവിടെ താഴോട്ടേ ഇങ്ങനെ ഒരു വര പോകുന്നുണ്ടല്ലോ, ആ വരയുമെന്ന് ദാ ഇങ്ങനെ ഇടുക. ദു.
സീന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിടുമല്ലോ. സീന്ന് ഇങ്ങനെയല്ല ഇടുക ഇംഗ്ലീഷിൽ. അപ്പം സി ഇങ്ങോട്ട് തിരിച്ചിടുന്നത് പോലെ ഇടുക, അങ്ങനെ അങ്ങോട്ടേക്ക് ഇടുക, നമ്മളെ മുമ്പോട്ടേക്കായിട്ട്. ദു. ഇനി അടുത്ത വരുന്ന അക്ഷരം ലായാണ്. ല. ഏതക്ഷരമാണ് അടുത്ത വരുന്നത്? ലായാണ്. ല. അപ്പം നമ്മൾ ലാ എന്ന് എഴുതുന്നത് എങ്ങനെയാ അറിയാം? മലയാളത്തിൽ ഞാ എന്ന് എഴുതൂലേ? മലയാളത്തിൽ നമ്മൾ ഞാ എന്ന് എഴുതൂലേ? അതുപോലെ എഴുതിയിട്ട് ഈ ഞാ ലാസ്റ്റ് അവസാനിക്കുന്ന അതിമ കൂടെ തന്നെ മുകളിലേക്ക് വരയ്ക്കുക. ഈ ഞാ വരച്ച് നമ്മൾ എഴുതി കഴിഞ്ഞുണ്ടല്ലോ, അതിൻ്റെ മേലെ കൂടെ തന്നെ വരയ്ക്കുക, അതിമ കൂടെ തന്നെ മുകളിലോട്ട് വരയ്ക്കുക. ഓക്കെ, അങ്ങനെ മുകളിൽ തന്നെ മുകളിലേക്ക് വരയ്ക്കുക. അത് ലായായി. എന്നിട്ട് ഇങ്ങനെ അതാ ഒരു വര ലാ ഉണ്ടോ, ഇതാണത് ലാ. അടുത്തത് വരുന്നത് രായാണ്. ര ര ര രമ. ര ര എന്നതാ ഇങ്ങനെയാണ് എഴുതുന്നത്. ര കണ്ടോ അവിടെ എഴുതിയത് ര. ഇനി മുകളിലൊരു ഏ ചിഹ്നിട്ട് ദുലാരേ ദുലാരേ ദുലാരേ. അപ്പം ഈ മുകളിൽ വരയ്ക്കുന്ന വര എന്തിൻ്റെ ചിഹ്നമാണ്? എയുടെ ചിഹ്നമാണ്. ഇത് ചിഹ്നങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. എ എന്നതിൻ്റെ ചിഹ്നം, എ എന്നതിൻ്റെ ചിഹ്നമാണിത്. ഓക്കെ, അപ്പം മേ എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ മാ എന്ന അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. അപ്പം എന്തായി? മേ എന്നായി. അപ്പം എ എന്നതിൻ്റെ ചിഹ്നമാണിത്. അപ്പം നമുക്കൊന്നിച്ച് വായിക്കാം. ദുലാരേ ദുലാരേ. പൽ. ഇത് പാ എന്ന അക്ഷരമാണ്. ഇത് പാ എന്ന അക്ഷരമാണ്. ല എന്ന അക്ഷരം നമ്മൾ നേരത്തെ അവിടെ പഠിച്ചില്ലേ? അതവിടെ ല, ഇവിടെ അതേ ല വന്നിട്ടുണ്ട്. പൽ. ദുലാരേ പൽ. ഇനി ഇതിൽ ഇവിടെ ഒരു സൂര്യനെ കാണുന്നുണ്ട് അല്ലേ? സൂര്യൻ. ഇതെന്താ പറയുക? സൂരജ്. ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? സൂര്യന് സൂരജ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ സൂര്യന് പറയുന്ന പേരെന്താണ്? സൂരജ്. സൂരജ്. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. പിന്നീട് ഇവിടെ കുറേ മരങ്ങൾ കാണുന്നുണ്ട് അല്ലേ? മരങ്ങൾ. മരത്തിനെന്താണ് ഹിന്ദിയിൽ പറയുക? പേട് എന്നാണ് ഹിന്ദിയിൽ മരത്തിന് പറയുന്നത്. എന്താണ് മരത്തിന് പറയുന്നത്? പേട്. പേട്. പേട് പറഞ്ഞാൽ എന്താണ്? മരം. മരത്തിന് എന്താ പറയുന്നത്? പേട്. പേട് പറഞ്ഞാൽ മരം. പിന്നീട് ഇവിടെ വരുന്നത് പൂക്കളാണ് അല്ലേ? പൂക്കൾ വരുന്നുണ്ട്. പൂവിന് എന്താ പറയുന്നത്? ഫൂൽ എന്നാണ് പറയുന്നത്. ഫൂൽ. ഫ ഫ ഫ. അങ്ങനെ ഫൂ ല. അപ്പം ല എന്നുള്ള അക്ഷരം കൊണ്ട് നമുക്ക് കുറേ ഉപയോഗമായി അല്ലേ? ല ല ഒരു തവണ നമ്മൾ പഠിച്ചിട്ട് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇപ്പം ല ഉപയോഗിച്ചു. അപ്പം എന്താണ്? ഫൂൽ. ഫൂൽ. ഫൂൽ പറഞ്ഞാൽ എന്താണ്? പൂക്കൾ. പൂവിനെയാണെന്ന് പറയുന്നത് ഫൂൽ എന്ന് പറയുന്നത്. ഇതെന്താണ്? പൂമ്പാറ്റയാണ് അല്ലേ? പൂമ്പാറ്റയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? പൂമ്പാറ്റയ്ക്ക് തിത്തലി എന്നാണ് ഹിന്ദിയിൽ പൂമ്പാറ്റയ്ക്ക് പറയാം. എന്താണ് പറയാ? തിത്തലി. ത. വീണ്ടും ത. തിത്ത ലി. കണ്ടായില്ല? ഈ ല എന്നുള്ള അക്ഷരം നമ്മളിപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു അല്ലേ? ല. അപ്പോൾ ഈ ല പഠിച്ചു വെച്ചതുകൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. തിത്തലി. തിത്തലി. തി ത ലി. ലാക്ക് ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ വള്ളി ഇടുന്നത് പോലെ തന്നെയാണ് ഹിന്ദിയിലും. ലി. ലാക്കി ദാ ഈ എന്ന ചിഹ്നം കൊടുത്ത്. തിത്തലി. എന്താണ് വായിക്കുന്നത്? തിത്തലി. തിത്തലി പറഞ്ഞാൽ എന്താണ്? പൂമ്പാറ്റ. പൂമ്പാറ്റയ്ക്ക് പറയുന്ന പേരാണ് തിത്തലി. പൂവിന് പറയുന്നത് ഫൂൽ. പൂവിന് എന്താ പറയുന്നത്? പൂവിന് ഫൂൽ എന്ന് പറയും. പൂമ്പാറ്റയ്ക്ക് തിത്തലി എന്ന് പറയും. അടുത്തത് നമ്മളിവിടെ ഒരു പൂമൊട്ടും കൂടെ കാണുന്നുണ്ട് അല്ലേ? പൂമൊട്ട്. പൂമൊട്ടിന് കലി എന്നാണ് പറയുന്നത്. കലി. കലി. പൂമൊട്ടിന് എന്താ പറയുന്നത്? കലി. ഇനി നമ്മളിവിടെ എന്താ കാണുന്നത്? ചിടിയ പറഞ്ഞാൽ എന്താണ്? പക്ഷിയാണ്. ഇത് ഏത് പക്ഷിയാണ്? ചിടിയ പറഞ്ഞാൽ എന്താണ്? പക്ഷി. പക്ഷിക്ക് പറയുന്ന പേരാണ് ചിടിയ. പക്ഷിക്ക് എന്താ പറയുന്നത്? ചിടിയ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറന്നു പോകുന്ന പക്ഷി ഏതാണ്? തത്തയാണ് അല്ലേ? തത്തകളാണ് പറന്നു പോകുന്നത്. അപ്പൊ തത്തയ്ക്ക് എന്താണ് പറയുന്നത്? തത്തയ്ക്ക് പറയുന്നത് തോത്ത. എന്താണ് തത്തയ്ക്ക് പറയുന്നത് ഹിന്ദിയിൽ? ഹിന്ദിയിൽ തത്തയ്ക്ക് പറയുന്ന പേരാണ് തോത്ത. എന്താണ്? തോത്ത. തോത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? തത്ത. ഇതാണ് ത. അങ്ങനെ വരയ്ക്കുക. നേരെ അങ്ങനെ വരയ്ക്കുക. പിന്നെയും താഴോട്ടേക്ക് എടുക്കുക. അങ്ങനെ ത. പിന്നെ ഓ ചിഹ്നം. വീണ്ടും ത.
തോത്ത. ഓക്കെ, തോത്ത. തോത്ത പറഞ്ഞ എന്താണ്? തത്ത. തോത്ത പറഞ്ഞ എന്താണ്? തത്തയാണ് തോത്ത. അപ്പം ഇവിടെ അതുപോലെ ഒരുപാട് പൂക്കളുണ്ട്, തേനീച്ചയുണ്ട്, പിന്നെ കാക്കത പറന്നു പോകുന്നു. ഇവിടെ തെങ്ങ് അല്ലേ, തെങ്ങുണ്ട്. തെങ്ങിന് എന്താ പറയുന്നത്? നാരിയൽ കാ പേട്. നാരിയൽ കാ പേടാണെന്ത്? തെങ്ങ്. നാരിയൽ പറഞ്ഞ എന്താണ്? തേങ്ങ. നാരിയൽ പറഞ്ഞ തേങ്ങ. നാരിയൽ കാ പേട് തെങ്ങ്. അപ്പൊ നമുക്ക് കവിത നോക്കാം. ധൂപ് ആ ഗയി. കണ്ടോ നമ്മുടെ കവിത ദാ ഇവിടെ എത്തി. നമ്മുടെ കവിത ധൂപ് ആ ഗയി. ആരാണ് എഴുതിയത്? പ്രയാഗ് ശുക്ലയാണ് ധൂപ് ആ ഗയി എന്ന കവിത എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഓരോ അക്ഷരങ്ങളായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. കാണാപ്പാഠം ആരും വായിച്ച് പഠിക്കരുത്. കാണാപ്പാഠം വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വായിക്കാൻ പറ്റുകയില്ല. അക്ഷരങ്ങൾ നോക്കി വായിക്കുക, ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കാൻ പഠിക്കുക. ആദ്യം പ്രയാസമുണ്ടായിരിക്കും, പിന്നീട് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരും കാണാതെ പഠിച്ചു വെക്കരുത്. അത് വളരെ തെറ്റായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ധൂപ് ആ ഗയി എന്ന കവിത നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിനു മുമ്പ് ഈ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.